ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്രിസ്മസ് എക്സാം എഴുതിയിരിക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ആൻസർ കീ ആയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ആൻസർ കീയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ടെറിട്ടറി അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ബാങ്കിങ്, ഫാമിംഗ്, മൈനിങ്, ഷുഗർ മേക്കിംഗ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബാങ്കിങ് ആണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ടാണ്. സ്ട്രൈക്ക്, പവർ ഫെയിലിയർ, മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻസി, ഫ്ലഡ്. അപ്പോൾ ഇതിൽ ഏതാണ്? ഫ്ലഡാണ് ഓഡ് വൺ ഔട്ടായിട്ട് വരുന്നത്. അത് നമ്മൾ റിസ്കിൻ്റെ ഏരിയയിൽ പഠിക്കുന്നൊരു പോർഷനാണ്. ബാക്കി ഈ സ്ട്രൈക്ക്, പവർ ഫെയിലിയർ, മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻ കോസായിട്ട് വരും. മറ്റേത് നാച്ചുറൽ കോസാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ എൽഡർ മെമ്പർ ഇൻ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ഈസ് കോൾഡ്. ഉത്തരം കർത്ത ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ എക്സാമ്പിൾ ഫോർ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്നാണ്. സോ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിന് നമുക്ക് ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, ഡിഫൻസ് അണ്ടർടേക്കിങ്സ്, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ജസ്റ്റ് അതെന്താണെന്ന് ആ എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി, അപ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. റെഡി അല്ലേ? അടുത്ത ചോദ്യം വരുന്നത് എന്താണ് PPP? PPP എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. റെഡി അല്ലേ? അപ്പോൾ അതാണ് PPPൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. കേബിൾ സർവീസസ്, DTH സർവീസസ്, ഫിക്സഡ് ലൈൻ സർവീസസ് ആൻഡ് ബാങ്കിങ് സർവീസസ്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ടായിട്ട് വരുന്നത് ബാങ്കിങ് സർവീസസ് ആണ് കേട്ടോ. ബാക്കി എല്ലാത്തിനും ഒരേ നേച്ചറാണ്. ഇതാണ് ഓഡ് വൺ ഔട്ട്, ബാങ്കിങ് സർവീസസ്. പിന്നെ ലിസ്റ്റ് എനി വൺ ബെനിഫിറ്റ് ഓഫ് ബാങ്കിങ്. നമുക്കറിയാം ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ബാങ്കിങ്ങിന്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് മാത്രം എഴുതിയാൽ മതി ബാങ്കിങ്ങിൻ്റെ ബെനിഫിറ്റായിട്ട്. അപ്പോൾ ഒന്നായിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിങ് പ്രൊവൈഡ്സ് 24 hours 365 days a year സർവീസ് ടു ദ കസ്റ്റമർ ബാങ്ക്. അതൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നെ ബാങ്കിങ് പ്രൊവൈഡ്സ് അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ടു ദ ബാങ്ക്. അതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ B2C കൊമേഴ്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പം അതിൽ കൺസ്യൂമർ പ്ലേസിങ് ഓർഡർ ഓൺ ഓൺലൈൻ, ഇലക്ട്രോണിക് പേയ്മെൻറ്റ്, അതെല്ലാം B2C കൊമേഴ്സ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ B2C കൊമേഴ്സ് ട്രാൻസാക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു B2C അതായത് ബിസിനസ്സും കസ്റ്റമറും ഇൻവോൾവ് ആവുന്ന ഒരു കൊമേഴ്സ് ട്രാൻസാക്ഷൻ എഴുതാവുന്നതാണ്. ഏത് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത് എഴുതാൻ പാടുള്ളൂ എന്നൊന്നും നിർബന്ധമില്ല. അപ്പം നിങ്ങൾക്ക് ഒരു B2Cയിൽ വരുന്ന ഇലക്ട്രോണിക് പേയ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ എഴുതാം. അതിലൊന്നും തെറ്റില്ല. ഓക്കെ, റെഡി അല്ലേ? പിന്നെ അടുത്ത ചോദ്യം വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഓപ്പറേറ്റ് വിത്തിൻ ലോ ലീഗൽ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ പ്രൊഡ്യൂസ് ഗുഡ്സ് അറ്റ് എ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് എക്കണോമിക് റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് 4 തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോഫിറ്റിന് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എക്കണോമിക് റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതങ്ങനെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10th ക്വസ്റ്റ്യൻ റൈറ്റ് എനി 2 കോസസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷന് കാരണമാകുന്ന കാര്യങ്ങൾ. ഡംപിങ് ഓഫ് ടോക്സിക് വേസ്റ്റ് റെഡ്യൂസസ് ദ ക്വാളിറ്റി ഓഫ് ലാൻഡ് ആൻഡ് മേക്കിംഗ് ഇറ്റ് അൺഫിറ്റ് ഫോർ ദ അഗ്രികൾച്ചറൽ പ്ലാന്റേഷൻ. അതായത് ലാൻഡ് പൊല്യൂഷൻ്റെ കാരണങ്ങളാണ് അതൊക്കെ. അതായത് ടോക്സിക് വേസ്റ്റ് ഡംപ് ചെയ്യുക, അത് എന്ത് ചെയ്യും? ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്ലാന്റേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ലാൻഡ് പൊല്യൂഷന് കാരണമാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതാം കേട്ടോ. 2 കാരണങ്ങൾ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ ലാൻഡ് പൊല്യൂഷൻ്റെ. അപ്പോൾ ടോക്സിക് വേസ്റ്റ് ഡംപ് ചെയ്യുന്നതും ടോക്സിക് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് ബിസിനസ് റിസ്ക് എന്നാണ്. വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് റിസ്ക് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം അതിൻ്റെ ബിസിനസ് റിസ്കിൻ്റെ മീനിങ് നല്ല രീതിയിൽ തന്നെ എഴുതണം. ദ ടേം ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ഇന്നാഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു ദ അൺസർട്ടിനിറ്റീസ് ഓർ
ഓർ അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ പോലും സംഭവിക്കുന്ന പല കാരണങ്ങളും കൊണ്ട് നമുക്ക് ലോസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് എൻ്റർപ്രൈസ് മേ ഫേസ് 2 ടൈപ്പ് ഓഫ് റിസ്ക്. ഒന്ന് സ്പെക്കുലേറ്റീവ് റിസ്ക്കും ഫേസ് ചെയ്യും, പ്യുവർ റിസ്ക്കും ഫേസ് ചെയ്യും. പിന്നെ ബിസിനസ് റിസ്കിൻ്റെ നേച്ചർ പറയുകയാണെങ്കിൽ ബിസിനസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്, ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ബിസിനസ്, ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെ ബിസിനസ് റിസ്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം. പിന്നെ കോസസ് ഓഫ് ബിസിനസ് റിസ്ക് പറയാം. ബിസിനസ് റിസ്കിൻ്റെ കോസസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസ്ക് ഉണ്ട്, അതർ കോസസ് ഉണ്ട്, ഹ്യൂമൻ കോസസ് ഉണ്ട്, എക്കണോമിക് കോസസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടി പറയാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് അടുത്ത ചോദ്യം, ലിസ്റ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നമ്മൾ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയാം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ 2 മെറിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? ദേ എൻജോയ് ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി, ഇറ്റ് എൻജോയ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഓട്ടോണമി. ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. നമുക്ക് ഒത്തിരി ഒരു 3-4 എണ്ണം നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ മെറിറ്റ്സ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. 2 എണ്ണം എഴുതണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് എ വാല്യുബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ എൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദേ ക്യാൻ ഫ്രെയിം ദെയർ ഓൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അതും നിങ്ങൾ എഴുതുക. അപ്പോൾ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് എനി 2 നേച്ചർ ഓഫ് സർവീസസ് ആണ്. അതായത് സർവീസിൻ്റെ നേച്ചർ എഴുതാൻ വേണ്ടിയിട്ട് 5 നേച്ചർ നമുക്കറിയാം. ഇൻടാഞ്ചിബിലിറ്റി, ഇൻകൺസിസ്റ്റൻസി, ഇൻസെപ്പറബിലിറ്റി, ലെസ് ഇൻവെൻട്രി, ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 നേച്ചർ നിങ്ങൾ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് എനി 2 പേയ്മെൻറ്റ് മെക്കാനിസം യൂസ്ഡ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷനാണ്. ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമുക്ക് നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ പറയാം, ഡെബിറ്റ് കാർഡ് പറയാം, ക്രെഡിറ്റ് കാർഡ് പറയാം. ഇതൊക്കെ അതിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഇൻട്രാബി കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആയിരുന്നു. ഇൻട്രാബി എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ഇൻട്രാക്ഷൻ ആൻഡ് ഡീലിംഗ് എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് പേഴ്സൺസ് വിത്തിൻ ദ ഫേം. ഒരു ഫേമിൻ്റെ അണ്ടറിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഡീലിങ്സിൽ ഏർപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻട്രാബി കൊമേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആണ്. 16ാമത്തെ ചോദ്യം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് റെഫേഴ്സ് ടു ഇറ്റ്സ് ഒബ്ലിഗേഷൻ ടു ടേക്ക് ദോസ് ഡിസിഷൻസ് ആൻഡ് പെർഫോം ദോസ് ആക്ഷൻസ് വിച്ച് ആർ ഡിസൈറബിൾ ഇൻ ടേംസ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ സൊസൈറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻവോൾവ്സ് ആൻ എലമെൻറ്റ് ഓഫ് വോളണ്ടറി ആക്ഷൻ ഓൺ ദ പാർട്ട് ഓഫ് ബിസിനസ് പീപ്പിൾ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സൊസൈറ്റിയിലാണോ ആ ബിസിനസ് പ്രവർത്തിക്കുന്നത് ആ ഒരു സൊസൈറ്റിയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടും കൂടിയിട്ടായിരിക്കണം ആ ബിസിനസ് പ്രവർത്തിക്കേണ്ടത്. ഒരിക്കലും സൊസൈറ്റീനെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അത്തരത്തിലുള്ള ഡിസിഷൻസ് ഒരു ബിസിനസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഒബ്ലിഗേഷൻ ടു ടേക്ക് ദോസ് ഡിസിഷൻ ആൻഡ് പെർഫോം ദോസ് ആക്ഷൻ വിച്ച് ആർ ഡിസൈറബിൾ ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ വാല്യൂവിനെയും കൂടി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ആയിരിക്കണം നമ്മൾ ഓർഗനൈസേഷനിൽ എടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ 3 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 3 മാർക്കിൻ്റെ ഒന്നാമത്തെ ചോദ്യം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് എ ബിസിനസ്. ബിസിനസ്സിൻ്റെ 3 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ ഒരു 7 ഫീച്ചേഴ്സോളം പഠിച്ചിട്ടുണ്ട്. ആൻ എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെയിൽസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്, പ്രോഫിറ്റ് ഏർണിംഗ്, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, എലമെൻറ്റ് ഓഫ് റിസ്ക്. ഇതൊക്കെ എന്താണ്? ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും 3 എണ്ണം എഴുതുക. 3 എണ്ണം എഴുതിയാൽ മാത്രം പോരാ, അത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിനും കൂടി ചെയ്യണം. ഓക്കെ, ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി, ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. അങ്ങനെ നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ഹെഡിങ് എഴുതുക, അതിൻ്റെ താഴെ പോയിന്റ് എഴുതുക, അത് അണ്ടർലൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ 3 പോയിന്റ് എഴുതിയിട്ട് നിങ്ങളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ ലിസ്റ്റ് എനി 3 മെറിറ്റ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മെറിറ്റ്സ് ആണ് ചോദിച്ചിട്ട് നമുക്കൊരു 6ഓളം മെറിറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഒരു 3 നിങ്ങൾ എഴുതുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. 3 മാർക്കിൻ്റെ ചോദ്യം അല്ലേ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ആ മെറിറ്റ്സ് എന്നൊന്ന് പറയാം. ഒന്ന് ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്, ലിമിറ്റഡ് ലയബിലിറ്റി, സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, എക്കോണമി ഇൻ ഓപ്പറേഷൻസ്, സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്, ഈസി ഫോർമേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് പറയാം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സ് ആയിട്ട് പറയാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് എഴുതിയാൽ മാത്രം പോരാ, അത് 3 ഇത് മുഴുവൻ 6 നിങ്ങൾ എഴുതണ്ട, അതിൽ 3 എഴുതിയിട്ട് 3 മാർക്കിന് കിട്ടാനുള്ള രീതിയിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിന് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് കിട്ടും. അപ്പം 3 മാർക്കിന് 2 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഒന്ന് നോക്കിയത്. അതായത് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്സും, ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് 3 എഴുതുക, അത് നല്ല വൃത്തിയായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, 3 പോയിൻ്റ് എഴുതിയിട്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ 3 മെറിറ്റ് എഴുതുക, അത് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 3 മാർക്കിൻ്റെ. വാട്ട് ഡു യു മീൻ ബൈ എ ഗവൺമെൻറ് കമ്പനി? എ ഗവൺമെൻറ് കമ്പനി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013, എ ഗവൺമെൻറ് കമ്പനി മീൻസ് എനി കമ്പനി ഇൻ വിച്ച് not less than 51% of the paid up capital is held by the central government or by any state government or partly by central government and partly by one or more state government. ഇങ്ങനെ നിങ്ങൾ അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് തന്നെ എഴുതുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ സാധിക്കും. ജസ്റ്റ് മീനിങ് മാത്രം എഴുതിയത്, ഫീച്ചേഴ്സും മെറിറ്റ്സും ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മീനിങ്, അതായത് ഇങ്ങനെ കമ്പനീസ് ആക്ട് ഓഫ് 2013 അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനി. അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 51% കുറയാത്ത രീതിയിലായിരിക്കണം അതിൻ്റെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ, അല്ലെങ്കിൽ പാർട്ട്ലി സെൻട്രൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ. അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് ആയി. അപ്പോൾ 3 മാർക്കിന് ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ ഒരു മീനിങ് എഴുതി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 3 മാർക്കിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേം ഔട്ട്സോഴ്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, ഇവാലുവേഷൻ ഒഴിവാക്കിയെന്നൊക്കെ ചെറുതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കി തന്നെ പഠിക്കുക. അതിൽ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആൻസർ അടക്കം. So outsourcing is a management strategy by which an organization contracts out its major non-core functions to specialized service providers. This helps the manager to concentrate on their core activities. അതായത് പുറമേക്കാർക്ക്, അതായത് വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പുറംകരാറ് കൊടുക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പുറം കരാർ, അതാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അത് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഒഴിവാക്കിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് പഠിക്കാതെ ഇരിക്കരുത്. ഇപ്പോൾ കണ്ടില്ല ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം ദിസ് ഹെൽപ്സ് എ മാനേജർ ടു കോൺസെൻട്രേറ്റ് ഓൺ ദെയർ കോർ ആക്ടിവിറ്റീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാനേജ്മെൻറ്റിന് അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ചോദ്യമാണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ വോളണ്ടറി ഒബ്ലിഗേഷൻ ദാറ്റ് എൻ എൻ്റർപ്രൈസ് അസ്യൂംസ്. അതായത് ആരുടെയും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിങ്ങോ കോയിഷനോ ഒന്നും കൂടാതെ, യാതൊരു തരത്തിലുള്ള ഫോഴ്സിങ്ങും കൂടാണ്ട് ബിസിനസ് സ്വമേധയാ വോളണ്ടറിലി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റീനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു എക്സാമ്പിളൊക്കെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് കംപ്ലീറ്റ് 3 മാർക്സ് തന്നെ കിട്ടും. ആ ടേം ഉണ്ടായിരിക്കണം കേട്ടോ, വോളണ്ടറി ഒബ്ലിഗേഷൻ ദാറ്റ് ആൻ എൻ്റർപ്രൈസ് അസ്യൂംസ്. അതായത് സ്വമേധയാ ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ബിസിനസ്സിന് തന്നെ തോന്നിയിട്ട് അവർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അടുത്ത 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ ടേം ബിസിനസ് എത്തിക്സ്. എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. ബിസിനസ് എത്തിക്സ് ഈസ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോഡ് ആൻഡ് പെർഫോംഡ് ബൈ എവറി ബിസിനസ്. എത്തിക്കൽ ബിസിനസ് ബിഹേവിയർ ഇംപ്രൂവ്സ് ദ പബ്ലിക് ഇമേജ്, ഏൺസ് പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് ലീഡ്സ് ടു ഗ്രേറ്റർ സക്സസ്. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ, കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അങ്ങനെ ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് പാലിച്ചിരിക്കേണ്ട, ഫോളോ ചെയ്തിരിക്കേണ്ട
സെറ്റ് ഓഫ് കോഡ് ഓഫ് കണ്ടക്റ്റ്, വാല്യൂസ്, പ്രിൻസിപ്പിൾസ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് ബിസിനസ് എത്തിക്സ് ഉള്ള ഒരു കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാവും, ആളുകളുടെ ഇടയിൽ നല്ലൊരു മതിപ്പുണ്ടാവും, ഒരു പബ്ലിക് കോൺഫിഡൻസ്, ജനങ്ങളുടെ ഇടയിൽ ആ ഒരു ബിസിനസ്സിന് നല്ലൊരു പേര്, ഒരു ഗുഡ് വില്ല്, റെപ്യൂട്ടേഷൻ, ഇതെല്ലാം വരികയും ഇതെന്തിലേക്ക് ലീഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ സക്സസ്സിലേക്കായിരിക്കും ഇത് ലീഡ് ചെയ്യുക ആ ഒരു ബിസിനസ്സിന്. ഓക്കെ, അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്താണെന്ന് ഒരു 3 മാർക്കിന് കിട്ടുന്ന രീതിയിൽ അതൊന്ന് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അടുത്ത നമ്മൾ 4 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ലിസ്റ്റ് ഫോർ എനി 4 കോണ്ടൻറ്റ് ഓഫ് ഇറ്റ്സ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് പറയുക, ദെൻ അതിൻ്റെ 4 കോണ്ടൻറ്റുകളും 4 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒരു 2 മാർക്കിനും അതിൻ്റെ കോണ്ടൻറ്റ് ഒരു 2 മാർക്ക് എന്നുള്ള രീതിയിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ വരുന്നത് വെച്ചാൽ, ദ റിട്ടേൺ എഗ്രിമെൻറ്റ് വിച്ച് സ്പെസിഫൈ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ റൂൾസും റെഗുലേഷൻസും ടേംസും കണ്ടീഷൻസൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന എഴുതപ്പെട്ട ആ പ്രമാണത്തെ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഹെഡിങ് ഒക്കെ കൊടുത്ത് അണ്ടർലൈനൊക്കെ ചെയ്ത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതിൻ്റെ കോണ്ടൻറ്റുകൾ, അതിൽ 4 കോണ്ടൻറ്റേ ചോദിച്ചിട്ടുള്ളൂ. നമുക്കൊരു 9, 10, 11, 12 കോണ്ടൻറ്റുകളും പഠിക്കാനുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 4 കോണ്ടൻറ്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി. നെയിം ഓഫ് ദ ഫേം, നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്, ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഈച്ച് പാർട്ട്ണർ, profit sharing ratio, rights, duties and powers of the partner, salaries and withdrawals of the partners. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫോർ ഫീച്ചേഴ്സ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് എന്താണെന്നൊന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കൂടി ഒന്ന് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. ദീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ മിനിസ്ട്രി ആർ ഫൈനാൻസ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് or state government. They are managed by government employees and work under the control of a minister. Example, railway, post and telegraph, all India radio, Doordarshan, defense undertakings, etc. അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് 5 ഫീച്ചേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. The enterprise is financed by the government. The enterprise is subject to audit control. It is subject to direct control of the ministry. Its employees are government employees. All revenue is paid to the treasury. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഫീച്ചേഴ്സ് 4 എണ്ണം എഴുതിയാൽ മാത്രം പോരാ, അത് എക്സ്പ്ലെയിനും കൂടി ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മാർക്ക് അതിൻ്റെത് കിട്ടുന്നതായിരിക്കും. റെഡി അല്ലേ? ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ എഴുതുക. പിന്നെ നിങ്ങളെ അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെ, ഡിസ്ക്രൈബ് എനി 4 ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്. അതായത് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ 4 ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫീച്ചർ ഒരു 7 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്, ഫോറിൻ കൊലാബറേഷൻ, അഡ്വാൻസ്ഡ് ടെക്നോളജി, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഇൻ്റർനാഷണൽ മാർക്കറ്റ്, സെൻട്രലൈസ്ഡ് കൺട്രോൾ, ഇതെല്ലാം അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 4 എണ്ണം എഴുതുക നല്ല രീതിയിൽ. അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? മൾട്ടിനാഷണൽ കമ്പനീസ് ഹാവ് ദ എബിലിറ്റി ടു റേസ് ഹ്യൂജ് ഫണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്, അങ്ങനെ എഴുതാം. ദെൻ ഫോറിൻ കൊലാബറേഷനെ പറ്റി എഴുതുകയാണെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസസ് യൂഷ്വലി എൻറ്റർ ഇൻ ടു ഫോറിൻ കൊലാബറേഷൻ വിത്ത് ലോക്കൽ ഫേംസ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അഡ്വാൻസ്ഡ് ടെക്നോളജി ആകുമ്പോൾ അതും അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ അല്ലേ എങ്ങനെ എഴുതേണ്ടതെന്ന്? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫോളോയിങ്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സും ജോയിൻറ്റ് ലൈഫ് പോളിസി എന്താണെന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് പറയുമ്പോൾ 4 മാർക്കിൻ്റെ ഒരു ഷോർട്ട് നോട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് 2 മാർക്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്കിനും 2 മാർക്ക് ജോയിൻറ്റ് ലൈഫ് പോളിസിക്കും വരുന്ന പോലെ. അപ്പോൾ എന്താണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് വെച്ചാൽ ഇത് രണ്ടും ബിസിനസ് സർവീസ് എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ള ചോദ്യമാണ് കേട്ടോ. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ബാങ്ക്സ് ആർ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, export import banks which are provide financial aids to industries, joint venture projects and foreign trade.
ഇത്രയും കാര്യങ്ങൾ, അതായത് സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്ട്സ്, ഫോറിൻ ട്രേഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് എന്ത് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് വെച്ചാൽ, അണ്ടർ ദിസ് പോളിസി ദ ലൈവ്സ് ഓഫ് 2 or more persons ആർ ഇൻഷ്യൂർഡ് ജോയിൻ്റ്ലി ആൻഡ് ദ സം അഷ്യൂർഡ് ബിക്കംസ് ദ പേയബിൾ ഓൺ ദ ഡെത്ത് ഓഫ് എനി വൺ. ഇതാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. അതായത് ഇവിടെ മോർ ദാൻ 2 or more persons ആർ ഇൻഷ്യൂർഡ് ജോയിൻ്റ്ലി. 2 അതിലധികമോ ആളുകളെ നമുക്ക് ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യാം, ജോയിൻ്റ്ലി ഇൻഷ്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ സം അഷ്യൂർഡ് പേയബിൾ ആവുന്നത് ഓൺ ദ ഡെത്ത് ഓഫ് എനി വൺ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ 2 പോയിന്റും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യഗൗരവത്തിൽ തന്നെ നിങ്ങൾ ആ ചോദ്യങ്ങൾ നേരിടണം. വാട്ട് ഡു യു മീൻ ബൈ ഓക്സിലറീസ് ടു ട്രേഡ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 4 ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്കെ, അപ്പോൾ ഓക്സിലറീസ് ടു ട്രേഡിന് നമുക്ക് എയ്ഡ്സ് ടു ട്രേഡ് എന്നും പറയാറുണ്ട്. ആക്ടിവിറ്റീസ് വിച്ച് അസിസ്റ്റ് ട്രേഡ് ആർ കോൾഡ് ഓക്സിലറീസ് ടു ട്രേഡ് ഓർ എയ്ഡ്സ് ടു ട്രേഡ്. അതായത് ട്രേഡിനെ, കച്ചവടത്തെ, ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മൊത്തത്തിൽ 6 എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് പഠിക്കാനുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിങ്, അഡ്വർടൈസിങ്. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം, 4 എണ്ണം എഴുതിയാൽ മാത്രം പോരാ, അതൊന്ന് എക്സ്പ്ലെയിനും കൂടി ചെയ്താലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് നിങ്ങൾ എത്തിച്ചേരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഴുതുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ്സ് മൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്ട്സ് ഫ്രം ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പ്ലേസ് ഓഫ് കൺസംഷൻ. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ദ പ്രൊഡ്യൂസേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ വിത്ത് വൺ അനദർ. അങ്ങനെ ഓരോ ഓക്സിലറീസ് ടു ട്രേഡ് 4 എണ്ണത്തിൽ ഓരോന്ന് എഴുതുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു 5 മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാം. ആദ്യം ഓക്സിലറീസ് ടു ട്രേഡ് എന്താണെന്നൊരു മീനിങ് എഴുതണം, അതിനൊരു മാർക്കുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 4 ഓക്സിലറീസ് ടു ട്രേഡ് എഴുതുക, അതിനുള്ള ഓരോ മാർക്കുകൾ വാങ്ങുക. അങ്ങനെ 5 മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്യുക. റെഡി അല്ലേ? നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് എനി 5 ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. നമുക്ക് 8ഓളം ഫീച്ചേഴ്സ് കമ്പനീൻ്റെ പഠിക്കാനുണ്ട്. ഓക്കെ, എ കമ്പനി മേ ബി ഡിഫൈൻഡ് ആസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇറ്റ് ഹാസ് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. The capital of the company is divided into smaller parts are called shares and the shareholders are the owners of the company. ഇതാണ് അതിൻ്റെ ഒരു മീനിങ്. ഇനി അതിൻ്റെ 5 ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ മീനിങ് എഴുതണം നിർബന്ധമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 5 ഫീച്ചേഴ്സ് ആണെങ്കിൽ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഫോർമേഷൻ, പെർപെക്ച്വൽ സക്സഷൻ, കൺട്രോള്, ലയബിലിറ്റി, കോമൺ സീല്, ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഇത്രയും ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് അതിൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളിത് ഈ ഒരു 8 എണ്ണം ഒന്നും എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ജസ്റ്റ് അത് കമ്പനീൻ്റെ ഒരു മീനിങ്ങും ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 5 ഫീച്ചറും അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനും, ബ്രീഫല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇതിൻ്റെ കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 5 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 5 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. നമുക്ക് മൊത്തം 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 7 എണ്ണത്തിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 5 മാർക്കിനുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാം, നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എഴുതാം, അബ്രിമേ ഫിഡി, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡംനിറ്റി, സബ്രോഗേഷൻ, കോൺട്രിബ്യൂഷൻ, കോസ പ്രോക്സിമ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഇങ്ങനെ 7 എണ്ണത്തിൽ ഏതെങ്കിലും 5 എണ്ണം തിരഞ്ഞെടുക്കാം. നന്നായിട്ട് അറിയുന്ന 5 എണ്ണം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ എക്സ്പ്ലെയിനും ചെയ്യണം. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് എഴുതുമ്പോൾ എങ്ങനെ വരണം, ദ ഇൻഷ്യൂർഡ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ടു ദ ഇൻഷുറർ. അതർവൈസ് ദ ഇൻഷുറർ ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്റ്റ്. ആൻഡ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് എഴുതുകയാണെങ്കിലും അതേ രീതിയിൽ തന്നെ ദ ഇൻഷ്യൂർഡ് മസ്റ്റ് ഹാവ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കൂടി എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാർക്കിലേക്ക് അത് എത്തിച്ചേരുകയുള്ളൂ. അപ്പം അങ്ങനെ തന്നെ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. 5 പ്രിൻസിപ്പിളാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത 5 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് എനി 5 ആർഗ്യുമെൻറ്റ്സ്
ഫേവറിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. അതായത് ഇതെല്ലാം നിങ്ങൾ എഴുതണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 28 മുതൽ 31 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അറിയുന്ന 3 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 6ഓളം ആർഗ്യുമെൻറ്റ്സ് പഠിക്കാനുണ്ട്. അതിൽ നിങ്ങളോട് ചോദിച്ചുള്ള 5 ആർഗ്യുമെൻ്റ് ആണ്. ഒന്ന്, ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്, ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം, അവോയ്ഡൻസ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻസ്, മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി, ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ഡൂയിങ് ബിസിനസ്, കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ പ്രോബ്ലംസ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, 5 എണ്ണം. എന്നിട്ട് അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് ആണെങ്കിൽ, ദ ഗ്രോത്ത് ഓഫ് ബിസിനസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ കണ്ടിന്യൂസ് സർവീസ് ടു സൊസൈറ്റി. അങ്ങനെയും കൂടി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടുന്നതായിരിക്കും. റെഡി അല്ലേ? നല്ല രീതിയിൽ നിങ്ങളത് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5 മാർക്കിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? 5 മാർക്കിൻ്റെ ചോദ്യം ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ അവസാനത്തെ ഏരിയ ആണ്, ദാറ്റ് ഈസ് ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഫ്രം 32 to 34 ഈച്ച് ക്യാരി 8 മാർക്ക്. 8 മാർക്കിൻ്റെ 2 ചോദ്യം, 3 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 8 മാർക്കിൻ്റെ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇല്ലുസ്ട്രേറ്റ് വേരിയസ് ബേസിക് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കേണ്ടത്? നമുക്ക് 10 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10 എണ്ണം എഴുതി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. മിനിമം നിങ്ങൾ 8 എണ്ണെങ്കിലും എഴുതിയിരിക്കണം. ഒന്നാണ് സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്, 2 സൈസ് ഓഫ് ദ ഫേം, 3 ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, 4 ലൊക്കേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്, 5 ഫൈനാൻസിങ്, 6 ഫിസിക്കൽ ഫെസിലിറ്റീസ്, 7 പ്ലാൻ ലേഔട്ട്, 8 കോമ്പിറ്റൻറ്റ് വർക്ക് ഫോഴ്സ്, 9 ടാക്സ് പ്ലാനിങ്, 10 ലോഞ്ചിങ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു 10ഓളം ഫാക്ടേഴ്സിന് നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ആദ്യം ബിസിനസ് എന്താണെന്നൊന്ന് എഴുതുക. അതിനുശേഷം ദ ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് എന്ന് കൊടുത്തിട്ട് ഈ 10ഓളം പോയിന്റുകൾ എഴുതുക. അതൊന്ന് എക്സ്പ്ലെയിനും കൂടി ചെയ്ത് 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്ത 8 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് യു മീൻ ബൈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ലിസ്റ്റ് എനി 4 മെറിറ്റ്സ് ആൻഡ് 3 ഡിമെറിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഇതിലേതാ നിങ്ങൾ എഴുതേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൽ നന്നായിട്ട് അറിയുന്നത് എഴുതാം കേട്ടോ. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് റെഫേഴ്സ് ടു എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. ഓക്കെ, റെഡി? അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ഫോർമേഷനാണ്, ക്വിക്ക് ഡിസിഷൻ എടുക്കാം, മോട്ടിവേഷനാണ്, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാം, ക്ലോസ് പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയാം. ഇനി ഡിമെറിറ്റ്സ് ആയിട്ട് ലിമിറ്റഡ് ക്യാപിറ്റലാണ്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇതെല്ലാം അതിൻ്റെ ഡിമെറിറ്റ്സ് ആണ്. അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ എഴുതി പോയപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ടൈം മാനേജ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ നല്ല മാർക്ക്, അതായത് 8 മാർക്കും തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കൊരു A+ ലെവലിലേക്ക് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. 8 മാർക്കിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡറി ഫങ്ഷൻസും ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസിൽ 2 കാര്യങ്ങളാണ് വരുന്നത്, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റും ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസും. സെക്കൻഡറി ഫങ്ഷൻസിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്, ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും. അപ്പോൾ ഈ പ്രൈമറി ഫങ്ഷനിൽ തന്നെ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റിൽ കറണ്ട് ഡെപ്പോസിറ്റ്, സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ ക്യാഷ് ക്രെഡിറ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ടേം ലോൺസ്. ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ +1 നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മാർക്ക് നിങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്
ഇനി കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉള്ളൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഇനി പ്ലസ് വണ്ണിൻ്റെ ശരിയായിട്ടുള്ള, അതായത് പൊതുപരീക്ഷ നല്ല വിജയത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കട്ടെ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഓൾറെഡി നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും കാലം ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് മാക്സിമം കാണാൻ ശ്രമിക്കുക, പഠിക്കുക. നല്ല വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരെയാണ്. നല്ല മാർക്കോട് കൂടിയിട്ടാവട്ടെ നിങ്ങൾക്ക് +2 എന്ന് പറയുന്ന ആ ഒരു പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം, നമുക്കതിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫൈനൽ എക്സാം ആണ്, ഇനി ഫൈനൽ എക്സാം ആണ്, ഇനി അധികം സമയമില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.